പഴയകാല ഓർമ്മകളുടെ ഒരു കൂടിച്ചേരലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ. എന്നാൽ ഇന്ന് പല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും കുടുംബ സംഗമങ്ങളിലേക്ക് വഴിവെക്കുന്ന വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴത് മരണത്തിലേക്ക് പോലും വഴിവെക്കുന്ന സംഗമങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നും പുറത്തുവരുന്നത്. വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമായ മുട്ടത്തറ കല്ലുമൂട് സ്വദേശിനിയായ 38-കാരി സന്ധ്യയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയ തന്റെ പഴയകാല സുഹൃത്തിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് യുവതിയെ ഈ നിലയിലേക്ക് എത്തിച്ചത്. മുട്ടത്തറ വടുവോത്ത് സ്വദേശിയായ അരുണും സന്ധ്യയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. സ്കൂളിൽ വെച്ച് നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഇരുവരും ഒരുമിച്ച് കണ്ടുമുട്ടുകയും സൗഹൃദത്തിലാവുകയുമായിരുന്നു. ഈ സൗഹൃദം വളർന്നാണ് ഇപ്പോൾ യുവതിയുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് സന്ധ്യ അരുണിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയം അരുണോ അയാളുടെ മാതാപിതാക്കളോ അവിടെ ഉണ്ടായിരുന്നില്ല. അരുണിന്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സന്ധ്യ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ശേഷം നേരെ അരുണിന്റെ കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. തടയാൻ ചെന്ന് വല്യമ്മയെ തറയിലേക്ക് തള്ളിയിട്ട ശേഷം അരുണിന്റെ മുറിയിൽ കയറി യുവതി വാതിലടയ്ക്കുകയും ചെയ്തു. തുടർന്ന് പരിഭ്രാന്തയായ അരുണിന്റെ വല്യമ്മ ബഹളം വെച്ച് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരുടെയും സൗഹൃദം ബലപ്പെട്ടതോടെ സന്ധ്യ പലരിൽ നിന്നും പണം കടം വാങ്ങി അരുണിനെ നൽകിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. അവിവാഹിതനായ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ചതാണ് സന്ധ്യയെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അരുണിന്റെ വിവാഹകാര്യം അറിഞ്ഞതു മുതൽ ഇതിനെ ചൊല്ലി നിരന്തരം സന്ധ്യ വഴക്കിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മണക്കാട് ഭാഗത്ത് വെച്ച് ഇതേ വിഷയത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കാറിലെത്തിയ അരുണിനെ തടഞ്ഞു നിർത്തിയ സന്ധ്യ ഡോർ തുറന്ന് കാറിൽ കയറുകയും സീറ്റുകൾ കുത്തിക്കീറുകയും ചെയ്തിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച അരുണിന്റെ ഇടത്തെ കൈക്ക് കുത്തേൽക്കുകയും ചെയ്തു. അടിപിടിക്കിടെ സന്ധ്യയ്ക്കും പരിക്കേറ്റിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാവിലെ യുവതി ആൺസുഹൃത്തിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കുന്നത്. സന്ധ്യ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. സംഭവ സ്ഥലത്തു നിന്നും ആത്മഹത്യാ കുറിപ്പോ മറ്റെന്തെങ്കിലും രേഖകളോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ മരണശേഷം അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.